പോലീസ് സ്റ്റോറി എടുക്കാൻ നോക്കി പോലീസിൽ കുടുങ്ങിയ ഒരു സംവിധായകൻ തിരക്കഥാകൃത്തിന്റെ കഥ അതാണ് രഞ്ജിത്തിനെ ചുറ്റിപ്പറ്റി കഴിഞ്ഞ 24 മണിക്കൂറിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 22 വർഷങ്ങൾക്ക് ശേഷം കാരിക്കാമുറി ഷൺമുഖൻ എന്ന കഥാപാത്രമായിട്ട് മമ്മൂട്ടി തിരികെ എത്തുന്ന സിനിമയുടെ ചിത്രീകരണ വേളയിലാണ് രഞ്ജിത്തിനെ തൂക്കി അകത്തിടുന്നത്. ആ ചിത്രത്തിൽ പ്രകാശ് വർമ്മയാണ് നായകനായി എത്തിയിരുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ ഈ ചിത്രവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ നടന്നിരുന്നു. ഉദയകൃഷ്ണനാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത്. എന്തായാലും രഞ്ജിത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ കണ്ടകശിനിയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. രഞ്ജിത്ത് ചെയ്ത പ്രവൃത്തികളുടെ കർമ്മ രഞ്ജിത്ത് അനുഭവിക്കുകയാണെന്നുള്ളതാണ് സിനിമാ മേഖലയിൽ നിന്നുള്ള ചർച്ചകളും വരുന്നത്. രഞ്ജിത്തിനെ അതോടൊപ്പം തന്നെ ഫെഫ്ക ഡയറക്ടേഴ്സ് റൈറ്റേഴ്സ് യൂണിയനിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന കാഴ്ചയും ഉണ്ടായി. കഴിഞ്ഞ ദിവസം രാത്രി സംഭവിച്ചത് മുതൽ ഇന്ന് ഇതാ സംഭവിച്ചു നിൽക്കുന്നത് വരെ കാര്യങ്ങൾ ഒന്ന് നമുക്ക് അനലൈസ് ചെയ്ത് പോയാലോ. രഞ്ജിത്തിനെ കൃത്യമായി പോലീസ് കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ തന്നെ പിന്നാലെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് അറിയുന്നത്. രഞ്ജിത്തിൻ്റെ ഈ പീഡനം അനുഭവിച്ച പെൺകുട്ടി കൃത്യമായി സിനിമയിൽ ഉണ്ടായിരുന്ന IC ഇന്റേണൽ കമ്മിറ്റിക്കുള്ളിൽ പരാതിപ്പെട്ടെങ്കിലും അവിടെ നിന്ന് കാര്യമായ ഒന്നും ഉണ്ടാവാത്ത രീതിയിൽ നിന്നുകൊണ്ടാണ് DGP-യിലേക്കും മേലധികാരികളിലേക്കും പെൺകുട്ടി പരാതിയുമായി രംഗത്തെത്തുന്നത്. വെറും മണിക്കൂറുകൾക്ക് മുമ്പാണ് പരാതി പോലീസിലെത്തിയ കാര്യം തന്നെ രഞ്ജിത്ത് അറിയുന്നത്. രഞ്ജിത്ത് അവിടെ നിന്ന് അറസ്റ്റ് ഒഴിവാക്കാനുള്ള നീക്കങ്ങൾ നടത്താൻ തുടങ്ങി. രഞ്ജിത്ത് ഒളിവിൽ പോകാൻ ശ്രമിച്ചു. പല ഉന്നത അധികാരികളെയും ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ ഇലക്ഷൻ അടുത്ത് നിൽക്കുന്ന സമയമാണ്. ഒരൊറ്റ മനുഷ്യൻ പോലും രഞ്ജിത്തിന്റെ വാക്കുകൾക്ക് ചെവി കൊണ്ടില്ല. ആരും സഹായിക്കാൻ വേണ്ടി നിന്നില്ല. അങ്ങനെ രഞ്ജിത്ത്, നടൻ ബോബി കുര്യൻ ഉൾപ്പെടെ ഉള്ളവർ ഒളിവിൽ പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ്. അങ്ങനെ ഒളിവിൽ പോകുന്ന വഴി തൊടുപുഴ മുട്ടത്ത് നിന്നാണ് രഞ്ജിത്തിനെ പിടികൂടുന്ന സാഹചര്യം ഉണ്ടായത്. തൊടുപുഴ മുട്ടത്ത് നിന്ന് പിടികൂടിയ രഞ്ജിത്ത് വളരെ അവശനായിരുന്നു, വളരെ പേടിയിലായിരുന്നു, കൈയും കാലും വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് രാത്രി എറണാകുളം ജനറൽ ആശുപത്രിയിലേക്കാണ് പോലീസും സംഘവും രഞ്ജിത്തിനെ കൊണ്ടുപോകുന്നത്. രക്തസമ്മർദ്ദം വല്ലാതെ ഉയർന്നു. രഞ്ജിത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു സാഹചര്യം നിൽക്കുന്നു. രക്തസമ്മർദ്ദം ഉയർന്ന പശ്ചാത്തലത്തിൽ ഡോക്ടർമാർ കൃത്യമായി മരുന്ന് വരെ രഞ്ജിത്തിന് കൊടുക്കുന്നു. പക്ഷേ രഞ്ജിത്ത് അതൊന്നും എടുക്കാൻ കൂട്ടാക്കുന്നില്ല. രാത്രി മുഴുവൻ അങ്ങനെ ആശുപത്രിയിൽ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. രാവിലെ 7 മണിക്ക് കൊച്ചി മരടിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ എത്തിച്ച് ഹാജരാക്കുന്നു. 14 ദിവസത്തേക്ക് രഞ്ജിത്തിനെ റിമാൻഡ് ചെയ്യുന്നു. 7 വർഷങ്ങൾക്ക് ശേഷമാണ് രഞ്ജിത്ത് തിരശീലയിലേക്ക് സംവിധായകനായിട്ട് എത്തുന്നത്. അതിനിടയിൽ ഷോർട്ട് ഫിലിമുകളൊക്കെ ചെയ്തെങ്കിൽ പോലും 2018-19 റിലീസ് ചെയ്ത ഡ്രാമ എന്ന സിനിമയുടെ സംവിധായകനായിരുന്നു രഞ്ജിത്ത്. അതിനുശേഷം 7 വർഷങ്ങൾ കഴിഞ്ഞാണ് രഞ്ജിത്ത് സിനിമാ സ്ക്രീനിലേക്ക് ഡയറക്ടറായിട്ട് എത്തുന്നത്. മജിസ്ട്രേറ്റിന് മുന്നിൽ എത്തിച്ചതിന് ശേഷം നേരെ സബ് ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. അപ്പോൾ മാധ്യമ പ്രവർത്തകരോട് ഒരൊറ്റ വാക്കിൽ മറുപടി: തെളിയും എന്നതായിരുന്നു രഞ്ജിത്തിന്റെ മറുപടി. തുടർന്ന് അങ്ങോട്ട് സബ് ജയിലിലേക്ക് നീങ്ങുന്ന കാഴ്ചയും കണ്ടു. ഈ നടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട്, പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് കാരവാനിൽ ഈ പെൺകുട്ടിയെ വിളിച്ചു വരുത്തിയതിന് ശേഷം കാരവാന്റെ പുറത്ത് ഒരു സ്ത്രീയെ കാവൽ നിർത്തി മറ്റാരെങ്കിലും വരുന്നത് തടയാൻ വേണ്ടിയിട്ടെന്ന് പോലും രഞ്ജിത്ത് നടത്തി എന്നുള്ളതാണ് സിനിമാ മേഖലയിലുള്ള സംസാരം. കമ്മീഷൻ ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ മറുപടി പറയുന്നുമില്ല. അതുമായി ബന്ധപ്പെട്ട് തള്ളിക്കളയുന്നുമില്ല, അനുകൂലിക്കുന്നുമില്ല എന്നാണ് പറഞ്ഞത്. കാരണം അത് കേസിൻ്റെ അന്വേഷണത്തെ ബാധിക്കുമെന്നതാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. എന്തായാലും സിനിമാ സെറ്റിലുണ്ടായിരുന്ന എല്ലാവർക്കും ഇതുമായി ബന്ധപ്പെട്ട് അറിയാമെന്നതും ഇത് ജാനുവരി മാസത്തിൽ സംഭവിച്ചതിന് ശേഷം ഈ പെൺകുട്ടി കടുത്ത മാനസിക സംഘർഷത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്നുകൊണ്ടാണ് പോലീസിൽ പരാതിപ്പെടാമെന്ന നിലപാടിലേക്ക് പെൺകുട്ടി എത്തുന്നത്. കഴിഞ്ഞ ഇത്രയും നാളത്തെ ട്രോമറ്റൈസ്ഡ് ജീവിതത്തിൽ നിന്നുകൊണ്ടാണ്. അവിടെ നിന്നുകൊണ്ടാണ് രഞ്ജിത്ത് നിൽക്കുന്നത്. അവൾക്കൊപ്പം എന്ന ക്യാമ്പയിനിൽ മുന്നിട്ട് നിന്ന പ്രമുഖൻ, അവൾക്കൊപ്പം തന്നെ ഉണ്ടാകണമെന്ന് വാദോരാതെ സംസാരിച്ചിരുന്ന അതേ സംവിധായകൻ തന്നെയാണ് ഇന്നിതാ പീഡന കേസിൽ സബ് ജയിലിൽ റിമാൻഡ് ചെയ്യപ്പെടുന്ന കാഴ്ച. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.